കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാറിന്റെ 2022-2023 വർഷത്തെ നിയോജക മണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കോളേജ് ബസ് വാങ്ങിയത്. 24.5 ലക്ഷം രൂപയാണ് ബസ് വാങ്ങുന്നതിന് വിനിയോഗിച്ചത്. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിൽ കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ മറിയം വർക്കിക്ക് ബസിന്റെ താക്കോൽ കൈമാറി. ഫ്ളാഗ് ഓഫും കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ. നിർവഹിച്ചു. കോന്നി മെഡിക്കൽ കോളേജ് അനുദിനം വളരുകയാണെന്നും വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന്റെ നിർമ്മാണം മെയ് മാസത്തോടെ പൂർത്തിയാകുമെന്നും കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ. അറിയിച്ചു. നമ്മുടെ മെഡിക്കൽ കോളേജ് ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിവേഗമാണ് ഈ മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള അതിവിപുലമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ആ പ്രവർത്തനങ്ങളെല്ലാം അതിവേഗം തന്നെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തന്നെ കൂടുതൽ ഹോസ്റ്റൽ മറ്റ് സൗകര്യങ്ങളെല്ലാം വളരെ വേഗം പൂർത്തീകരിക്കുന്നു. മെയ് മാസത്തോടു കൂടി നിങ്ങൾക്ക് ആ ഹോസ്റ്റലിലേക്ക് മാറാൻ കഴിയും. മറ്റ് ക്വാർട്ടേഴ്സുകളുമെല്ലാം തന്നെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. 100 വിദ്യാർത്ഥികൾക്കാണ് ഈ അധ്യയന വർഷം കോന്നി മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശനം ലഭിച്ചത്. കോളേജ് മൈതാനത്തിന്റെ നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കെ.യു. ജനീഷ് കുമാർ എം.എൽ.എ. അറിയിച്ചു. അരുവപ്പുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വർഗീസ് ബേബി, മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഷാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, പത്തനംതിട്ട.